ഈ കണ്ണൂരിലെ ഒരു കാലത്ത് അക്രമ രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിച്ച കാലഘട്ടത്തിലാണ് ഇപ്പോൾ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത്. കാരണം ഇപ്പം വികസനമാണ് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്നത്. നരേന്ദ്രമോദി 2014 മുതൽ 2023 വരെ കാലഘട്ടത്ത് ഈ ഭരണ തുടർച്ചയിൽ നാട്ടിലുണ്ടായ മാറ്റങ്ങൾ, വികസനങ്ങൾ, ഓരോ അടിസ്ഥാന പശ്ചാത്തല മേഖലയിലുണ്ടായ വികസനങ്ങൾ, CPM-ന്റെ കാരൻ്റെ വീട്ടുകളിൽ കിട്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ വലിയ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. CPM അണികളിൽ പോലും വലിയ ചർച്ചയാണ്. കാരണം വർഗീയ ധ്രുവീകരണം നടത്താൻ CPM ശ്രമിക്കുന്നു. SDPI, ജമാഅത്ത് ഇസ്ലാമി, PDP പോലെയുള്ള സംഘടനകളെ പിന്നാലെ നടക്കുന്നു. അതുപോലെ തന്നെ ലീഗിൻ്റെ പിന്നാലെ പ്രേമലേഖനമായിട്ട് പോകുന്നു. ഇവിടൊക്കെ ഞങ്ങൾക്ക് മതമില്ല, ഞങ്ങൾക്ക് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നൊക്കെ വിളിച്ച് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ആളുകൾ ഇപ്പോൾ ലീഗിൻ്റെ പിറകെ ഇങ്ങനെ പ്രേമലേഖനമായിട്ട് ഓടി തളർന്നിട്ട് ലീഗ് മേടിക്കാതെ നിന്നപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ലീഗിനെ പുളിക്കുമെന്ന് പറയുന്ന ഒരു കാലത്ത് ഈ വർഗീയ പ്രീണന നയം സ്വീകരിക്കുന്ന ഈ പാർട്ടിയോട് ഈ അണികൾക്ക് പോലും അമർശമുണ്ട്. ആ അണികൾ ഈ വികസനം കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനം അത് നരേന്ദ്രമോദി സർക്കാർ നടത്തിയതാ. ആ വികസനത്തിൻ്റെ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഈ ചർച്ചാവേളയിൽ, ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വികസനം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ അട്ടിമറിക്കാനാണ് ബോംബുണ്ടാക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ സനോജിനോട് ചോദിക്കണം എന്നാ, ഞങ്ങൾക്ക് DYFI ബന്ധമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിമാരെ എടുത്ത് പരിശോധിക്കൂ, എല്ലാം DYFI-യിലൂടെ വന്നിയല്ലേ? ആഞ്ചലോ, ഞാൻ ചോദിക്കാം, മന്ത്രിമാരെ എടുത്ത് പരിശോധിക്കൂ, S. ശർമ്മ ആരായിരുന്നു? ആഞ്ചലോ സാലായിരുന്നു? ഇന്നത്തെ ബാലഗോപാലനാരാ? ഇന്നത്തെ രാജീവൻ ആരാ? ഇവരൊക്കെ മന്ത്രിമാരെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടുമിക്ക ആളുകളും DYFI-യിലൂടെ കടന്നു. പക്ഷെ അന്ന് DYFI-യിൽ അവർക്ക് ചോരത്തിളപ്പുണ്ടാവുക, പലതും നേടിയെടുക്കാൻ സമരം നടത്തിയവരാണ്. പക്ഷേ ഭരണത്തിലേറിയപ്പോൾ ഇതൊന്നും പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവർ മറന്നുപോകും. കാരണം DYFI-യിലുള്ള ചോരത്തിളപ്പുണ്ടാകുമ്പോൾ സമരം നടത്തും, പലതിനു മുമ്പിലും സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ. പക്ഷേ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ മറന്നുപോകും. ഈ ജനങ്ങളോട് പറഞ്ഞ് എല്ലാം വിഴുങ്ങുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പം ബോംബുണ്ടാക്കിയത്, ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ 7 ബോംബുകൾ കിട്ടിയെന്ന്. ഞാൻ 7 ബോംബുകൾ കിട്ടിയതല്ലേ, കിട്ടാത്ത എത്ര ബോംബുകളുണ്ട്? കിട്ടാത്ത പല സ്ഥലത്തും ബോംബുകൾ കിട്ടിയിട്ടുണ്ട്. ഇവർ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. ആ ബോംബുകൾ എവിടെയുണ്ടെന്ന് പോലീസ് അന്വേഷിക്കണം. ഇവർ 12 പേര് മാത്രമല്ല, ഇവരെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു ശക്തി പുറത്തുണ്ട്. എല്ലാം CPM-ന്റെ DYFI-യുടെ നേതാക്കന്മാരാണ്. ആ പ്രാദേശിക നേതാക്കന്മാർ ഒരുമിച്ചിരുന്നിട്ടാണ്. ഒരു പ്രവർത്തകനല്ല ബോംബുണ്ടാക്കിയത്, ഒരു ടീം തന്നെ, ഒരു പാർട്ടി തന്നെ ബോംബുണ്ടാക്കിയ. അപ്പോൾ ഇത് ആരുടെ നിർദ്ദേശാനുസരണമാണ് ബോംബുണ്ടാക്കിയിട്ടുള്ളത്? ഇതെവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പരിശോധിക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാ പല സ്ഥലങ്ങളിലും ബോംബുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇത് RSS BJP പ്രവർത്തകന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മിച്ചിട്ടുള്ളത്, യാഥാർത്ഥ്യമാണ്. കാരണം ഏതെങ്കിലും അമ്പലപ്പറമ്പിലെ വാക്ക് തർക്കമൊന്നല്ല ഇതിന് കാരണം. ഇത് കാരണം ഈ നാടിലെ ജനങ്ങൾ വികസനത്തിന്റെ കൂടെ നിൽക്കുമോ എന്ന ഭയപ്പാടാണ്. കാരണം ഇവർക്ക് ഒന്നും പറയാനില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു വികസനവും പറയാനില്ല. ക്ഷേമ പദ്ധതികളില്ല, ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, ഒരു കാര്യമില്ല. ഇവരുടെ ബാങ്കിൽ കരുവന്നൂർ, സാധാരണ കരുവന്നൂർ, ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്താം, കരുവന്നൂർ ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല എന്ന്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലെ MP സന്തോഷിന്റെ പെങ്ങൾ ഷീജ ടീച്ചർ അവിടെ 20 ലക്ഷം രൂപ ഈ ഇരിട്ടിയുടെ ഭാഗത്തുള്ള ഒരു ബാങ്കിൽ, CPM ബാങ്ക് കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചിട്ട് 2 കൊല്ലമായി പാർട്ടി സെക്രട്ടറിമാരെയും പാർട്ടി പ്രവർത്തക നേതാക്കന്മാരുടെയും വീടുകളും ഓഫീസും തെണ്ടി നടക്കുക. പൈസ കിട്ടിയിട്ടില്ല, ധർണ നടക്കുക. ഇതൊക്കെ CPM പ്രതിരോധത്തിലാണ്. അപ്പം അവിടെ ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ഈ ബോംബ് നിർമ്മിച്ചത്. ഇത് ഗോവിന്ദ മാഷ്ക്ക് അറിയാം, കണ്ണൂരിലെ നേതാക്കന്മാർക്ക് അറിയാം. ഞാൻ ചോദിക്കും, ഇപ്പൊ രക്തസാക്ഷി പട്ടികയിൽ ഇവർ വരും 26-ാം തീയതി കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കാണാം രക്തസാക്ഷികളുടെ പേരിൽ ഇവര് പയ്യന്നൂരിലെ MLA മധുസൂദനൻ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയെന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണനാ. ആ കുഞ്ഞികൃഷ്ണൻ എത്ര മാസമായി മാറി നിൽക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റാനും എല്ലാം രക്തസാക്ഷികളെ ഇവർക്ക് ആവശ്യമാണ്. പക്ഷേ ഇവർക്ക് രക്തസാക്ഷികളെ ആവശ്യമാണ്. പക്ഷേ രക്തസാക്ഷികൾക്കെതിരായിട്ട്, രക്തസാക്ഷികൾക്ക് അനുകൂലമായിട്ട് ആ കുടുംബത്തോട് ഒരു നീതി പുലർത്താത്ത പാർട്ടിയായി പാർട്ടി. ഞാൻ വെറുതെ പറയല്ല, എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. MP രാഘവനെ തടഞ്ഞത് കൂത്തുപറമ്പിൽ എന്തിൻ്റെ പേരില? അതേ സ്വാശ്രയ കോളേജുകൾ വരണം എന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞതിൻ്റെ പേരില സ്വാശ്രയ കോളേജ് കൊണ്ടുവരുന്നു. സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ഷിബുലാലിനെയും ബാബുവിനെയും രോഷനെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള പുഷ്പനെയൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് MP രാഘവന്റെ നിർദ്ദേശാനുസരണം വെടിവെച്ചിട്ട് 5 രക്തസാക്ഷികൾ ഉണ്ടായി. ആ രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ MP രാഘവനെ പറ്റി പറഞ്ഞതെന്നറിയോ നിങ്ങൾ? നികൃഷ്ടജീവി, കൊലപാതകി, അക്രമകാരി, ഈ കണ്ണൂരിൽ അവനെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്തുടർന്നവരാ. ഉള്ള എല്ലാ സ്ഥാപനങ്ങളും
ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്റെയും നിങ്ങളെയും പല സർട്ടിഫിക്കറ്റ് ഉള്ള ഓഫീസുകൾ കത്തിച്ചാമ്പലാക്കി. എന്തിനു പറയുന്നു? പാർശ്വനിക്കടവില് പാമ്പ് വളർത്തു കേന്ദ്രം മിണ്ടാപ്രാണികളെ കൊന്നൊടുക്കി, കൊരങ്ങനെയും എല്ലാ പാമ്പിനെയും സകല ജീവികളെ ചുട്ടരിച്ചു. എല്ലാം വലിയൊരു രീതിയിലുള്ള അരാജകത്വം സൃഷ്ടിച്ചു. MP രാഘവൻ മരിക്കാൻ കിടന്നപ്പോ പോയി നോക്കി. മരിച്ചു കഴിഞ്ഞപ്പോ MP രാഘവൻ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ MP രാഘവന്റെ ചരമദിനത്തെ പോയിട്ട് പ്രസംഗിക്കുക. കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ MP ജയരാജൻ പറഞ്ഞ എന്താണെന്നറിയോ? ചരമദിനത്തിൽ പോയിട്ട് MP രാഘവന് മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, സാമൂഹിക നീതി നടപ്പിലാക്കിയതാണ്, മനുഷ്യ സ്നേഹിയാണ് എന്ന് പറയുന്ന ഒരു വശത്ത്, മറുവശത്ത് പോയിട്ട് എന്താ പറയുന്നതോ? അതേ ഒരു മാസം കഴിഞ്ഞ് രക്തസാക്ഷി മണ്ഡപത്തിൽ പോയിട്ട്, കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ഡപത്തിൽ പോയി പറയുന്നത്, രക്തസാക്ഷി പരിപാടി പോയി പറയുന്നത്, ഈ പറയുന്ന 5 രക്തസാക്ഷികളെ പുകഴ്ത്തി പറയുക. ആരാ വെടിവെച്ച്? MP രാഘവൻ. ആ രാഘവന്റെ ചരമദിനത്തിൽ പോയി പങ്കെടുക്കുന്നു. ഈ 5 പേര് രക്തസാക്ഷികളായ ആ രക്തസാക്ഷികളുടെ രക്തസാക്ഷികളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഇത് ആർക്കാ കൈ? ഈ അവസരോചിത രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും CPM പയറ്റുന്നത്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്.